Hello guys, welcome back to our YouTube channel Mallus in Mangalore. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നൊരു പ്രത്യേക വീഡിയോ ആയിട്ട് വന്നേക്കണം. നമ്മൾ വീട്ടിൽ ലോണിൻ്റെ ഗ്രാസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല മെക്സിക്കൻ ഗ്രാസ്, നല്ല അടിപൊളി ഗ്രാസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും പിന്നെ നമ്മൾ അതിൻ്റെ നടുക്ക് നമ്മൾ യുജീന എന്ന് പറഞ്ഞൊരു ചെടിയും കൂടെയാണ് നടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ, എങ്ങനെ ചെയ്യുന്ന എന്ന ഐഡിയ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ നടേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ലോണിൻ്റെ ഗ്രാസ് വന്നു കഴിഞ്ഞു. ആകാശത്തെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് യുജീനയും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, പെട്ടെന്ന് തന്നെ പിടിപ്പിക്കേണ്ടതുകൊണ്ട് നമ്മളത് വിടർത്താത്ത, പെട്ടെന്ന് പിടിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളത് വിടർത്തിയൊക്കെ വെക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ അതിനകത്ത് തൂളാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ മണലും ചാണകം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. രണ്ട് ഉണക്ക ചാണകമാണ് വേണ്ടത്. പക്ഷെ നമ്മളിങ്ങനെ വെള്ളം വിട്ടുകൊണ്ട് അത് ഇച്ചിരി പച്ചയായി, പക്ഷേ കുഴപ്പമില്ല, നല്ലപോലെ മിക്സാക്കി എടുക്കണേ. നമുക്ക് വേര് പെട്ടെന്ന് പിടിക്കാനൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുണ്ട്, ഇവിടെ മുഴുവൻ മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെ ഫുള്ള് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു ചെറിയ പീസും കൂടെ ചെയ്യണം. പിന്നെ അവിടെ ഭയങ്കര വെയിലാട്ടോ, അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ ലൈറ്റ് ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു വൈകുന്നേരം വെയിലാറി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു പലകയും കൊണ്ട് കറക്റ്റ് റെഡിയാക്കി കൊടുക്കുകയാണ്. അതിങ്ങനെ വലിച്ച് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നിലമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കല്ലുകൾ ഇനി എടുത്ത് മാറ്റണം. നമ്മൾ നടുമ്പോൾ ഏറെക്കുറെ എടുത്ത് മാറ്റുന്നതായിരിക്കും. ഇത് ഒരേ ലെവലിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുന്നു പോലെ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിരിക്കും നമ്മൾ യുജീനെ പ്ലാൻ ചെയ്യണം. ഇത് ചാണകവും മണലും കൂടെ മിക്ക ഇച്ചിരി പച്ച ചാണകം ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് നമ്മൾ ഇങ്ങനെ വെതറി കൊടുക്കുക. ഓക്കെ, നമ്മൾ പുല്ല് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പുല്ല് എടുത്തിട്ടുണ്ട്, വിടർത്തി നോക്കാം. ഭയങ്കര വെയിറ്റ് ഉണ്ട് ഗൈസ്. ഇത് ഇങ്ങനെ 3.5 അടിയും ഇങ്ങനെ 1.5 അടിയാണ് അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം പറ്റിയതെന്നുണ്ട്, ഇവിടെ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ പീസായിട്ട് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. ഒന്നെങ്കിൽ ആ പീസ് നമ്മൾ അവിടെ വെക്കണം. ഇതിൽ നമ്മൾ തിരിച്ച് ഹാഫ് പോയി കിട്ടുമോ നോക്കണം. അങ്ങനെ കിട്ടുവാണെങ്കിൽ സെറ്റാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവിടെ കറക്റ്റ് ഫില്ലാവുമെങ്കിൽ സെറ്റാണ്. ചെറുതായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട്, പക്ഷെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. നമുക്ക് ഇങ്ങനെ തന്നെ വെക്കുമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം പിന്നെ നമ്മൾ ഈ ഗ്യാപ്പുകൾ ശ്രദ്ധിക്കണം. ഗ്യാപ്പുകൾ നല്ല ടൈറ്റായിട്ടിരുന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ പുല്ലൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അവിടെ ഇച്ചിരി ഗ്യാപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ സെറ്റാക്കി വെക്കുമ്പോൾ കറക്റ്റാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഇതെടുത്തിട്ട് ഇച്ചിരി ടൈറ്റ് ചെയ്ത് വെക്കണം. നല്ല ടൈറ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്ത് കറക്റ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒത്തിരി വേസ്റ്റേജ് കുറയും. ഇപ്പോൾ നമ്മൾ ടൈൽ ഇടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വേസ്റ്റേജ് കുറയുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഫില്ലായി വന്നോളൂ. പക്ഷെ നമ്മൾ മണ്ണിലേക്ക് മുട്ടിയിരിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്തും. ഈ ഗ്യാപ്പ് ശ്രദ്ധിക്കണം. ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കൂടെ പുല്ല് കയറാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഗ്യാപ്പ് എപ്പോഴും ടൈറ്റായിട്ടിരിക്കണം. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, സെറ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചില സ്ഥലങ്ങളിൽ പൊങ്ങിയും താന്നൊക്കെ ഇരിക്കും. മണ്ണിൻ്റെ ലെവൽ കുറവായിരിക്കും, പുല്ലിൻ്റെ അതിനകത്തുള്ള മണ്ണിൻ്റെ ലെവൽ കുറവായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ റൂട്ട് മണ്ണിലേക്ക് പ്രസ്സായിട്ട് വെക്കുക. അപ്പോൾ പിന്നെ റൂട്ട് അങ്ങ് പൊക്കോളും. നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ചുമ്മാ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല, പുല്ലിനൊരു പ്രശ്നവും വരില്ല. അപ്പോൾ അടിക്കുമ്പോൾ നമുക്കെന്താണെന്ന് വെച്ചാൽ എല്ലാം സെറ്റ് ആവും കേട്ടോ. ഇതാണ് ഇതിങ്ങനെ അടിച്ചു കൊടുത്താൽ പൊളി. അപ്പോൾ നമുക്ക് അതിനെ ഫീലാവും, ഇത് മണ്ണിലേക്ക് ഇരുന്നു എന്നുള്ളൊരു ഫീലാവും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ നടുക്കൊരു യുജീനെ നടാനുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ യുജീനെ ചെറുതാണ്, വേറെ വലുത് കിട്ടാനില്ല. അതാദ്യം നട്ടിട്ട് വേണം ബാക്കി നമ്മൾ കവർ ചെയ്യാൻ. അത്ര വലുതൊന്നുമല്ല, പക്ഷേ നന്നായിട്ട് ബുഷായിട്ട് വരും. പിന്നെ നല്ല വെയിലത്ത് നടേണ്ട ഒരു ചെടിയാണത്. എത്രത്തോളം വെയിൽ വരും അത്രത്തോളം ഫ്രണ്ട് പോർഷൻ നന്നായിട്ട് റെഡിഷ് ആയിട്ട് നിൽക്കും, മോൾ ഭാഗം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റൗണ്ട് വന്നു കഴിയുമ്പോൾ നല്ലപോലെ പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പുതിയ തളിരുകൾ വരും. ആ തളിരെല്ലാം റെഡായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ കവർ ഊരുവാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററാണ്, ഏറെക്കുറെ കറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഏറെക്കുറെ സെൻറ്റർ എടുത്തിട്ട് ഓക്കെ നമ്മൾ കുറച്ച് ചാണകം ഇട്ട് കൊടുക്കണ്ടേ നന്നായിട്ട് വരാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂടുകയാണ്.
മൊത്തം കട്ട് ചെയ്ത് കളയണത് ഒഴിവാക്കി അത്രയും പെട്ടെന്ന് പണിയും തീരും, വേസ്റ്റേജും കുറയും. നമുക്ക് ഈ ഗ്യാപ്പുകളൊക്കെ വളരെ ടൈറ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ വളർന്ന പുല്ലുകൾ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. നമുക്ക് പുല്ല് പറിച്ച് കളയാനൊക്കെ ഭയങ്കര പണിയായിരിക്കും. അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഇടയ്ക്ക് കയറി ഇരിക്കുക. ഈ സൈഡിലെ മൂലയൊക്കെ പൊങ്ങിയായിരിക്കും നിൽക്കണേ. അതൊക്കെ അടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് അതിനകത്തേക്ക് കയറും. ഇവിടെ ചെറുതായിട്ട് പുറത്തൊക്കെ വന്നാൽ കുഴപ്പമില്ല, അത് വേര് കയറി പൊക്കോളും മണ്ണിനകത്തേക്ക്. ഇതിന് സ്ട്രെയിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ കുറച്ച് ഗ്യാപ്പുള്ളതുകൊണ്ട് പ്രശ്നമാണ്. ഇവിടെ ഇത്രയും ഗ്യാപ്പാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ ഇടാനും പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ആക്സോ ബ്ലേഡ് വെച്ചാണ് ഇത് നോർമലി കട്ട് ചെയ്യേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ നോക്കിയിട്ടില്ല. നമുക്കൊരു ചെറിയൊരു കട്ട് കൊടുത്ത് നോക്കാം. വളരെ സിമ്പിളായിരുന്നു. എത്ര സിമ്പിളാവും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്ര ഏരിയ ആദ്യം പറഞ്ഞ ഏരിയ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പുള്ളിയല്ല ഇവിടെ ഒരു ഗ്യാപ്പ് കാണും, അത് പിന്നെ പുല്ല് വരും. ഇവിടെ എല്ലാം പുല്ല് വന്ന് കവറാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏരിയ സെറ്റാക്കാൻ പോവാണ്. ഇതൊരു ചെറിയൊരു ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു കുന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ കൈ കൊണ്ട് തന്നെ റെഡിയാക്കണം കേട്ടോ, അല്ലാതെ നമ്മൾ തൂമ്പയും കൊണ്ടൊന്നും സെറ്റാക്കാൻ പറ്റില്ല. പിന്നെ വലിയ കല്ലൊക്കെ എടുത്ത് മാറ്റി റെഡിയാക്കണം. അടുത്ത ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. മണ്ണൊക്കെ വെച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം ഇങ്ങനെ ഇടാൻ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കുറേ ഭാഗം പുറത്തുണ്ട്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് വേണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ കുറയാൻ പാടില്ല. കൂടിയാലും കുഴപ്പമില്ല, നമുക്കിവിടെ ഇവിടെ പ്രസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ടിപ്പ് വെച്ചിട്ട് കൂടുതൽ വെച്ച് കട്ട് ചെയ്യണം. ഇത് സ്ട്രെയിറ്റും ആയിരിക്കണം കേട്ടോ. ഇതുണ്ടോ ആക്സോ ബ്ലേഡ് വെച്ച് ഈസിയായിട്ട് കട്ടായി പോകും. അത് വെച്ച് കട്ട് ചെയ്യാനാണ് ആ മാര് എന്നോടൊന്നും പറഞ്ഞേക്കണത്. ഈ ഒരു ഏരിയ കൂടെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ചെറിയ പീസ് വേണം, നമ്മൾ മുറിച്ച് വെച്ചു. അപ്പോൾ ഏറെക്കുറെ ഇവിടവും കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഏറെക്കുറെ ഗ്യാപ്പുകളൊക്കെ ഫില്ലാണ്. ഇനി നമുക്കൊന്ന് ഒരു പരിപാടിയാണ്, ഞാൻ മറന്നുപോയി. ഇത് അടിക്കാനുണ്ട്, അടിച്ചില്ല കൈ. അടിച്ചു കഴിഞ്ഞു. ഇനി ഇതെല്ലാം കഴിച്ചിട്ട് ബാക്കി. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഏരിയയും കൂടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി തണലുണ്ട്, അതുകൊണ്ട് നമ്മൾ തണലുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആയിരുന്നു നല്ല പുല്ലൊക്കെ ഇരുന്നത്, അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പുല്ല് നട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ ആദ്യം നടുവാണ്. ഈ ഏരിയയും കൂടെ നമ്മൾ വെയിൽ തന്നപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ മണ്ണെല്ലാം റെഡിയാക്കി നമ്മൾ നല്ല ലെവൽ ചെയ്ത് കുന്നു പോലെ ഇവിടെ ഒരു കുന്നും അപ്പുറത്തൊരു കുന്നാണ് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഇച്ചിരി ലെങ്തി ഏരിയ ആണ്. നമുക്കപ്പോൾ വെയിൽ ചെറുതായിട്ടുണ്ട്, ഓൾറെഡി മടുത്തു. നാളത്തേക്ക് ഈ പണി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 9 മാപ്പ് ബാക്കി വന്നിട്ടുണ്ട്. നമ്മളൊരു 250 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മേടിച്ചായിരുന്നു, എന്തെങ്കിലും ഷോർട്ടേജ് വന്നാണെന്ന് വെച്ചിട്ട് നമുക്ക് ഭാഗ്യമായിട്ട് നമുക്ക് അധികം കട്ട് ചെയ്ത് വേസ്റ്റേജ് ഒന്നും അങ്ങനെ അധികം വന്നില്ല. കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റി. ഇപ്പോൾ അവർ വന്ന് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 10-20 രൂപ സ്ക്വയർ ഫീറ്റിന് പണിക്കൂലി മാത്രം സെറ്റ് ചെയ്യാൻ മാത്രം കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് വേണ്ട, വളരെ നിസ്സാരമായിട്ട് നമുക്ക് തന്നെ വിരിക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ മാറ്റിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറെക്കുറെ 90 റുപ്പീസാണ് നമുക്ക്. അപ്പോൾ നാട്ടിൽ ഇതിന് ഇച്ചിരി കൂടെ വില കുറവായിരിക്കും. ഒരു 4 സ്ക്വയർ ഫീറ്റാണ് ഒരു ഷീറ്റ് ഒരു മാറ്റ് വരുന്നത്. പിന്നെ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ നമ്മൾ ഇനിയും വരുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും വെക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും പറയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.